ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 11 ബുധനാഴ്ചയാണ്. ഇന്നും നമുക്കൊരു പോസിറ്റീവ് സ്റ്റാർട്ടിന് തന്നെയാണ് സാധ്യതയുള്ളത്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ തന്നെ ഇന്നത്തെ ദിവസവും നമുക്ക് തുടങ്ങാം. ഇനി ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് വരാം. ഇന്നലെ US മാർക്കറ്റുകൾ മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഏഷ്യൻ വിപണിയിൽ ഒരു ഉണർവ് കാണുന്നുണ്ട്. ഇന്ത്യൻ വിപണിയിലും ഒരു പോസിറ്റീവ് ഓപ്പണിങ്ങിന് സാധ്യതയുണ്ട്. ഇനി മറ്റൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള വാർത്ത കൂടി എന്നുള്ളത്, ചൈനയും പാകിസ്ഥാന്റെയും വെല്ലുവിളികൾക്കിടയിൽ ഇന്ത്യയുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന വലിയൊരു കരാർ ഇന്ത്യ ഒപ്പിടാൻ പോവുകയാണ്. അതിനെക്കുറിച്ചിട്ടുള്ള വാർത്തകളുണ്ട്. നിരവധി കമ്പനികൾക്ക് അതിന്റെ ഗുണം ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. കൂടാതെ ഇത്തവണത്തെ Q3 റിസൾട്ടുകളിൽ ഏർണിംഗ്സ് ഗ്രോത്തിൽ ലാർജ് ക്യാപ് കമ്പനികളെ സ്മോൾ മിഡ് ക്യാപ് സെഗ്മെന്റിലുള്ള കമ്പനികൾ എന്ന ഷെയർ വലിയൊരു വാർത്ത കൂടിയുണ്ട്. 5% ഓഹരി സർക്കാർ വിൽക്കും. OFS ഇന്ന് ആരംഭിക്കുകയാണ്. എല്ലാ പ്രധാനപ്പെട്ട വാർത്തകളിലേക്കും വരാം. അതിന് മുന്നേ നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വാർത്തയിലേക്കാണ്. ആദ്യം, ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും വലുതും തന്ത്രപരമായി അത്യന്തം പ്രധാനപ്പെട്ടതുമായ യുദ്ധവിമാന കരാറിലേക്ക് രാജ്യം കടക്കാനൊരുങ്ങുകയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ശേഷിയെ അടുത്ത പല പതിറ്റാണ്ടുകളിലേക്കും നിർണായകമാക്കാൻ കഴിവുള്ള ഒരു കരാറാണ് ഇനി വരാൻ പോകുന്നത്. ഇനി ഈ കരാറിന്റെ ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ, മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ്, അതായത് MRFA പദ്ധതിയുടെ ഭാഗമായി ഫ്രാൻസിൽ നിന്ന് 114 റാഫേൽ F4 യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യ തയ്യാറെടുക്കുകയാണ്. ഏകദേശം 3.25 ലക്ഷം കോടി രൂപ ചിലവാകുന്ന ഈ കരാർ ഉടൻ പ്രതിരോധ ഏറ്റെടുക്കൽ സമിതി അംഗീകാരം നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ ഇന്ത്യ സന്ദർശന സമയത്ത് കരാർ അന്തിമമാകാനും സാധ്യതയുണ്ട്. ഇനി ഈ കരാറിന്റെ ഭാഗമായി 88 സിംഗിൾ സീറ്റ് യുദ്ധവിമാനങ്ങളും 26 ട്വിൻ സീറ്റ് ട്രെയിനർ വിമാനങ്ങളും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ലഭിക്കും. ഈ കരാർ വിമാനങ്ങൾ വാങ്ങുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ആധുനിക ആയുധങ്ങൾ, പരിശീലന സംവിധാനങ്ങൾ, സ്പെയർ പാർട്സുകൾ, സിമുലേറ്റുകൾ, ദീർഘകാല പരിപാലന സംവിധാനം ഇവയും ഇതിൽ ഉൾപ്പെടുന്നു. കരാർ പൂർത്തിയാകുന്നതോടെ ഇന്ത്യക്ക് ഏകദേശം 176 റാഫേൽ വിമാനങ്ങൾ ഉണ്ടാകും. അത്തരത്തിൽ 176 റാഫേൽ വിമാനങ്ങൾ ആകുന്നതോടെ ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റാഫേൽ ഓപ്പറേറ്ററായി ഇന്ത്യ മാറിക്കഴിയും എന്നതാണ് ഏറ്റവും വലിയൊരു സത്യം. ഇനി ഈ പദ്ധതികളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചില ഇന്ത്യൻ കമ്പനികളെ പറ്റി നോക്കുകയാണെങ്കിൽ, ഒന്ന് ടാറ്റ, മഹീന്ദ്ര, ഡൈനാമിക് ടെക്നോളജീസ് തുടങ്ങിയവയാണ്. ഇനി ഇതിൻ്റെ ഡയറക്റ്റും ഇൻഡയറക്റ്റുമായിട്ടുള്ള ചില ബെനിഫിറ്റ്സ് കിട്ടുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ്. മറ്റൊരു കമ്പനി ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്. കൂടാതെ BDL, ഭാരത് ഫോർജ് തുടങ്ങിയ കമ്പനികൾക്കും ഇതിൻ്റെ ഒരു ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടിയുള്ളത്, ഇപ്പോൾ പുറത്തു വന്ന ഡിസംബർ ക്വാർട്ടർ ഫലങ്ങളിൽ ഒരു വലിയ മാറ്റം പ്രകടമാണ്. സാധാരണയായി വലിയ കമ്പനികളാണ് ക്വാർട്ടർലി റിസൾട്ടുകളിൽ മുന്നിൽ നിൽക്കാറുള്ളത്. ഇത്തവണ അത് മിഡ് ക്യാപ് ആൻഡ് സ്മോൾ ക്യാപ് കമ്പനികളിലേക്ക് മാറിയിരിക്കുന്നു. മികച്ച പ്രകടനം ഈ സെഗ്മെന്റിലുള്ള കമ്പനികളാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇനി പൊതുവെയുള്ള ഒരു കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ, ലാർജ് കമ്പനീസ്, അതായത് 20,000 കോടിക്ക് മുകളിൽ സെയിൽസ് ഉള്ള കമ്പനികളിൽ സെയിൽസ് ഗ്രോത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 6.6%. അത് തന്നെ മിഡ് സൈസ് കമ്പനീസിൻ്റെ ഒരു സെയിൽസ് ഗ്രോത്തായി കാണുന്നത് 15%. നേരെ ഡബിൾ ആയിട്ടാണ് കാണുന്നത്. ഇനി സ്മോൾ കമ്പനീസിൻ്റെ സെയിൽസ് ഗ്രോത്തിൽ 13.4% വർധനവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് നല്ലൊരു ഗ്രോത്ത് തന്നെയാണ് മിഡ് അതുപോലെ സ്മോൾ കമ്പനീസിൻ്റെ സെയിൽസ് ഗ്രോത്തിൽ വന്നിരിക്കുന്നത്. ഇനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ 9.4% വർധനവ് മിഡ് ക്യാപ് കമ്പനികളിൽ വന്നപ്പോൾ സ്മോൾ ക്യാപ് കമ്പനികളിൽ 14% വർധനവാണ് വന്നിരിക്കുന്നത്. അതേസമയം ലാർജ് കമ്പനീസിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് വെറും 8.3%. അതായത് മിഡ് സ്മോൾ കമ്പനീസിനേക്കാൾ കുറവാണ് അവരുടെ ലാർജ് കമ്പനീസിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഇനി നെറ്റ് പ്രോഫിറ്റിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 5.7% വളർച്ചയാണ് ലാർജ് കമ്പനീസ് കൈവരിച്ചിരിക്കുന്നത്. അതേസമയം മിഡ് സൈസ് കമ്പനീസിൻ്റെ നെറ്റ് പ്രോഫിറ്റ് വളർച്ച 7.8%. ഇനി സ്മോൾ കമ്പനീസിൻ്റേത് വളരെ വലുതാണ്. 16.4% വളർച്ചയാണ് നെറ്റ് പ്രോഫിറ്റിൽ മാത്രം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും മിഡ് സ്മോൾ കമ്പനീസിൻ്റെ വളർച്ച വളരെ വലുത് തന്നെയാണ് ഈ ക്വാർട്ടറിൽ. എന്നിരുന്നാലും നമ്മൾ ഈ കമ്പനീസ് സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നല്ല ഹൈ വോളറ്റാലിറ്റിക്ക് സാധ്യതയുള്ള സ്റ്റോക്കുകൾ തന്നെയാണ് മിഡ് സ്മോൾ സൈസ്ഡ് ആയിട്ടുള്ള കമ്പനീസ്. ഇനി മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ട ഒരു ബൈറ്റിലേക്ക്. മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ?
ചിട്ടികളിലോ ബാങ്ക് നിക്ഷേപങ്ങളിലോ പണം ഇടുന്നതിനേക്കാൾ മികച്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾക്ക് നൽകുന്നത്. ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കാൻ മ്യൂച്വൽ ഫണ്ടുകൾ മികച്ച ഒരു മാർഗമാണ്. അത് SIP വഴിയും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റായും ഒക്കെ ചെയ്യാവുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ആരംഭിക്കാൻ NISM സർട്ടിഫൈഡ് ARN ലൈസൻസ് ഉള്ളതുമായ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ സഹായം ഇനി നിങ്ങൾക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കും നിക്ഷേപം ആരംഭിക്കാനും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. അടുത്തതായി ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക്. ആദ്യം US മാർക്കറ്റുകൾ. S&P 500ഉം നാസ്ഡാക്കും ഇടിഞ്ഞു തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഡൗ ജോൺസ് തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ ദിവസവും റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ പുറത്തു വന്ന റീറ്റെയിൽ സെയിൽസ് ഡാറ്റ നിരാശാജനകമായത് നാസ്ഡാക്കും S&P 500ഉം ഇടിയാൻ കാരണമായി. കൂടാതെ വരാനിരിക്കുന്ന തൊഴിൽ റിപ്പോർട്ട്, അതായത് ലേബർ മാർക്കറ്റ് റിപ്പോർട്ട് നിക്ഷേപകർ കാത്തിരിക്കുകയാണ്. ഇതുകൂടി കൊണ്ടാണ് ഇന്നലെ പ്രധാനപ്പെട്ട മാർക്കറ്റുകളെല്ലാം ഇടിഞ്ഞത്. ഇന്നലെ അവിടെ കൂടുതൽ ഇടിവുണ്ടാക്കിയ ഒരു സെക്ടർ കമ്മ്യൂണിക്കേഷൻ സർവീസസ് ആയിരുന്നു. കൂടാതെ ഗൂഗിളിന്റെ പാരന്റ് കമ്പനിയായിട്ടുള്ള ആൽഫബറ്റ് 1.8% ഇടിവും ഇന്നലെ ഉണ്ടാക്കി. ഇനി CME ഫെഡ് വാച്ച് റൂളിന്റെ അഭിപ്രായ പ്രകാരം ഏപ്രിൽ മാസത്തെ ഒരു റേറ്റ് കട്ടിനുള്ള സാധ്യത ഇപ്പോൾ 36.9% ഉയർന്നിരിക്കുകയാണ്. അടുത്തതായി US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഇൻഫോസിസ് 1.87% ഉയർന്നു. വിപ്രോ 2% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 1% ഇടിവുണ്ടാക്കിയപ്പോൾ ബാങ്കിങ് സൈഡിൽ HDFC ബാങ്ക് 0.3%, ICICI ബാങ്ക് 1.3% നേട്ടത്തിലും ഇന്നലെ ക്ലോസ് ചെയ്തു. ഇനി ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയായിരുന്നു പാൻ യൂറോപ്യൻ സ്റ്റോക്ക് 600ലെ സെക്ടേഴ്സും മിക്സഡ് ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 2.23% നേട്ടത്തിൽ, കോസ്പി മാർക്കറ്റ് 0.50% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 26,054 എന്ന നിലയിൽ 93 പോയിന്റ്സ് ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 26,000 മുകളിലാണ്, 26,053 എന്ന നിലയിൽ. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് 60 മുതൽ 70 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് നിഫ്റ്റിയിൽ ഇന്ന് സാധ്യത കാണുന്നത്. ഗോൾഡ് പ്രൈസുകളിലേക്ക്. സ്പോട്ട് ഗോൾഡ് ഇന്നലെ 1% മുകളിൽ ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ പവന് 1,16,440 എന്ന നിലയിലാണ്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ ഇപ്പോൾ 2.5% ഇടിവിൽ $68,000 ട്രേഡ് ചെയ്യുന്നത്. 70,000 എന്ന മാർക്കിൽ നിന്നും ഇപ്പോൾ താഴേക്ക് വന്നിരിക്കുന്നു. ഇനി ഓയിൽ പ്രൈസുകളിൽ ഇന്നലെ ചെറിയ ഇടിവാണ് കണ്ടത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ടുമുകളിലെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 1,299 രൂപയ്ക്ക് 55% ഡിസ്കൗണ്ടോടുകൂടി 3 മാസത്തേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ബിഗിനേഴ്സിനായിട്ട് ധാരാളം പുതിയ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരിയേറെ ഈ വീഡിയോസ് കണ്ട് മനസ്സിലാക്കി പഠിക്കാൻ കഴിയുന്ന വലിയൊരു അവസരമുണ്ട്. എല്ലാവരും അത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ആദ്യം മുതൽ തന്നെ ആ പ്ലേലിസ്റ്റിൽ വീഡിയോസ് കാണാത്തവർ ആദ്യം മുതൽ തന്നെ കണ്ട് അത് മനസ്സിലാക്കി പഠിക്കുക. ട്രേഡിംഗ് കൂടുതൽ എളുപ്പമാക്കാൻ വേണ്ടി AI പ്രോംപ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസുമുണ്ട്. ആ AI പ്രോംപ്റ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തൊട്ട് മുകളിലെ ആ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയക്കാവുന്നതാണ്. അടുത്തതായി റിസൾട്ട് വന്ന പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികൾ നോക്കാം. ആദ്യം എസ്കോട്ട്സ് കുബോട്ട എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 11.8% വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 358.3 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 11.3% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 3,280.5 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്ത് എബിറ്റയിൽ 30.7% വർധനവും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഡിവിഡൻഡായി കമ്പനി 18 രൂപയാണ് പ്രഖ്യാപിച്ചത്. മറ്റൊരു കമ്പനി ഫിനോലെക്സ് കേബിൾസ് എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 11.4% വർധനമാണ് വന്നിരിക്കുന്നത്. 164 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 35.2% വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. 1,598.6 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എബിറ്റയിൽ 14.3% വർധനവും വന്നിരിക്കുന്നു. മറ്റൊരു നല്ല റിസൾട്ട് രേഖപ്പെടുത്തിയ കമ്പനി ലുമാക്സ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 39.2% വർധനമാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 46.5 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 18.7% വർധനവ് വന്നിരിക്കുന്നു. 1,052.7 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എബിറ്റയിൽ 59.7% വർധനമാണ് വന്നിരിക്കുന്നത്. 111 കോടി രൂപയിലാണ് എബിറ്റയുള്ളത്. മറ്റൊരു കമ്പനി സംവർദ്ധന മദർസൺ എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 1,023 കോടി രൂപയാണ്. അതായത് 16.5% വർധനമാണ് നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിരിക്കുന്നത്. ഇയർ ഓൺ ഇയറിലെ കണക്കാണ്. റവന്യൂവിൽ 13.5% വർധനവ് വന്നിരിക്കുന്നു. 31,409 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എബിറ്റയിൽ 13.3% വർധനവ് വന്നിരിക്കുന്നു.
മറ്റൊരു സ്റ്റോക്ക് ജ്യോതി CNC എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 88.5 കോടി രൂപയാണ്. അതായത് ഇയർ ഓൺ ഇയറിൽ 10.3% വർധനവാണ് നെറ്റ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. റവന്യൂവിൽ 28.1% വർധനവ് രേഖപ്പെടുത്തി. 576 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എബിറ്റയിൽ 37% വർധനവും കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നു. മറ്റൊരു മികച്ച റിസൾട്ട് രേഖപ്പെടുത്തിയ ഒരു കമ്പനി ടൈറ്റാൻ ആണ്. ടൈറ്റാൻ്റെ Q3 റിസൾട്ട് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റിൽ 60.8% വർധനവാണ് വന്നിരിക്കുന്നത്. 1684 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിലും 43.3% വലിയൊരു വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. 25,416 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. മികച്ച റിസൾട്ട് തന്നെയാണ്. അടുത്ത് ഐഷർ മോട്ടോഴ്സ് എന്ന കമ്പനിയുടെ മികച്ച റിസൾട്ട് തന്നെ. പ്രോഫിറ്റിൽ 21.4% വർധനവും റവന്യൂവിൽ 23% വർധനവും വന്നിരിക്കുന്നു. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, LG ഇലക്ട്രോണിക്സ് ഇന്ത്യ, ലെൻസ്കാർട്ട് സൊല്യൂഷൻസ്, അശോക് ലൈലാൻഡ്, എയറി ഡ്രഗ്സ്, അമാഗി മീഡിയ ലാബ്സ്, അമർരാജ ബാറ്ററീസ്, ആസ്ട്രാസെനിക്ക, അവന്തി ഫീഡ്സ്, കെയർ റേറ്റിംഗ്സ്, ഡിവിസ് ലബോറട്ടറീസ്, ഗോദ്രേജ് ഇൻഡസ്ട്രീസ്, ഇന്റർനാഷണൽ ജീമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, മാക്സ് ഫിനാൻഷ്യൽ സർവീസസ്, പതഞ്ജലി ഫുഡ്സ്, TBO ടെക്, യാത്ര ഓൺലൈൻ തുടങ്ങിയവയാണ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ സമ്മൻ ക്യാപിറ്റൽ, സെയിൽ തുടങ്ങിയവയാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIS വീണ്ടും നെറ്റ് ബയേഴ്സ് ആയ ദിവസമായിരുന്നു ഇന്നലെ ക്യാഷ് മാർക്കറ്റിൽ. FIS ഇന്നലെ 69 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തത്. DIS ആവട്ടെ 1174 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്നത്തെ നിഫ്റ്റിയെയും ബാങ്ക് നിഫ്റ്റിയെയും കുറിച്ച് പറയാം. ആദ്യം ഇന്നലെ നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് 25,935 68 പോയിന്റ്സ് ഉയർന്നാണ്. നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് 2 ഡോജി ക്യാൻഡിലുകളാണ് ഫോം ആയിരിക്കുന്നത്. അതായത് ഇന്നലെയും മിനിഞ്ഞാന്നും 2 ഡോജി ക്യാൻഡിലുകൾ ഫോം ആയിട്ടുണ്ട്. ഇപ്പോൾ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലാണെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ നമുക്ക് ക്യാൻഡിലുകൾ കാണിച്ചു തരുന്നില്ല. അപ്സൈഡിലേക്ക് വന്നാൽ ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആവാൻ സാധ്യതയുള്ളത് ഇനി അപ്സൈഡിലെ ഈ ഒരു സോണാണ്. അതിനുശേഷം 3 ടച്ച് പോയിന്റുകളുള്ള ഈ ഒരു ലെവലും പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുണ്ട്. ഇനി ഡൗൺ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു സപ്പോർട്ട് സോൺ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടതായി വരുന്നത്. അതിനുശേഷം 25,250 പ്രധാനപ്പെട്ട ഒരു ലെവലാവാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് അപ്സൈഡിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ലെവൽ കൂടി ആവാൻ സാധ്യതയുള്ളത് സൈക്കോളജിക്കൽ ലെവലായിട്ടുള്ള 26,000 തന്നെയാണ്. കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രൈക്കുകൾ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളതും 26,000 തന്നെയാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഇന്ത്യ വിക്സ് കൂടി നമ്മളൊന്ന് ഫോക്കസിൽ വെക്കേണ്ടതുണ്ട്. കാരണം ഇന്നലെ ഇന്ത്യ വിക്സ് 4.31% ഇടിഞ്ഞത്. അതായത് ഇപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്കും താഴെയായിട്ടാണ് ഇന്ത്യ വിക്സ് ട്രേഡ് ചെയ്യുന്നത് എന്നുകൂടി ഒന്ന് ഓർക്കുക. നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 26,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,900-ഉമാണ്. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിലേക്ക്. 60,626-ൽ 43 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഏകദേശം ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ തന്നെയായിരുന്നു ഇന്നലത്തെ ക്ലോസിംഗ്. ബാങ്ക് നിഫ്റ്റിയിൽ തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ ദിവസവും റെഡ് ക്യാൻഡിലുകൾ തന്നെയാണ് ഫോം ആയിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ കാണിക്കുന്ന ക്യാൻഡിലുകളല്ല ഇപ്പോൾ ഫോം ആയിരിക്കുന്നത്. കൂടാതെ നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു റെസിസ്റ്റൻറ്റ് ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്തിട്ട് തന്നെയാണ് ഇന്നലത്തെ ക്യാൻഡിലും ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതും ഇന്നലത്തെ ക്യാൻഡിൽ എന്ന് പറയുന്നത് ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയ്ക്ക് താഴെയായിട്ടാണ് ക്ലോസിംഗ് വെച്ചിരിക്കുന്നത് എന്നും നോക്കേണ്ടതാണ്. ആ ഒരു റെസിസ്റ്റൻറ്റ് ട്രെൻഡ് ലൈനിന് മുകളിലായിട്ട് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോസിംഗ് ഇനി വെക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെയാണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഏതായാലും ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയെക്കുറിച്ചും നിഫ്റ്റിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇനി ആരെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ തൊട്ടുമുകളിലെ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.